പ്രേക്ഷകരേതായി പോയ 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതാണ്. അങ്ങനെ ദിവസങ്ങൾ എണ്ണി അക്ഷമയോടെ എണ്ണി ഇന്നേക്ക് 6-ാം നാൾ ജനം ക്ലാരിറ്റിയോടെ പറയും ആര് ഭരിക്കും കേരളം. പുറത്ത് വലിയ കോൺഫറൻസ് എല്ലാവരും പറയുമ്പോഴും മെയ് 4-ലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയ അകത്തളങ്ങളിൽ ചങ്കിടുപ്പിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. പ്രചാരണകാലത്ത് ഉടനീളം മാത്രമല്ല, വോട്ടെടുപ്പിന്റെ പിറ്റന്നാളും 100 സീറ്റിന് മുകളിൽ അടിയുറച്ച ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ ബൂത്ത് കണക്കുകളുടെ ഇഴകേറി പരിശോധനയില്ലാതെ 100 സീറ്റിന്റെ വലിയ വിശ്വാസം ഇപ്പോഴുണ്ടോ? കുറഞ്ഞ 90-ലേക്കും 85-ലേക്കും വിജയപ്രതീക്ഷകളെ ചുരുക്കുന്ന നേതാക്കളുണ്ട്. വെള്ളാപ്പള്ളിയെ ചേർത്തുപിടിക്കലടക്കം തെറ്റായ സ്ട്രാറ്റജിയിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ എൻ ബ്ലോക്ക് കൺസോളിഡേഷൻ പ്രോ UDF ഉണ്ടായോ എന്നത് LDF ക്യാമ്പിന്റെ ആശങ്ക എന്ന് പറയുമ്പോഴും 90-100 എന്ന കണക്കില്ലെങ്കിലും 72 മുതൽ 79 സീറ്റുകളിൽ മൂന്നാം ഭരണം എന്നത് പാർട്ടി പ്രതീക്ഷയാണ്. മെയ് 4-ന് വോട്ടെണ്ണി കഴിഞ്ഞാൽ മെയ് 5-ന് സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന പത്രവാർത്തയിലെ സാങ്കേതിക പൊള്ളത്തരങ്ങൾ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പൂർണ്ണമായി അടുത്ത അധികാരവാഴ്ചകൾ ഒരുക്കത്തിലെന്നാണ് അകത്തള വർത്താനം. ആഫ്റ്റർ ഇലക്ഷൻ ചർച്ചകളിൽ BJP എവിടെ എന്ന് ചോദ്യമുണ്ട്. പക്ഷേ നിയമം കഴക്കൂട്ടമടക്കം കുറഞ്ഞത് 5 സീറ്റുകളിൽ ട്രഷറി ബെഞ്ചിലെ ശൂന്യത നികത്താനാകുമെന്നാണ് കാവി ക്യാമ്പിന്റെ പ്രതീക്ഷ. ചർച്ചകൾക്ക് വലിയ പ്രസക്തിയില്ലെങ്കിലും കേരളത്തിന് ജനാധിപത്യം ആകാംക്ഷ 1-1 ഇന്നേക്ക് 6-ാം നാൾ ആരുടെ ഉയിർപ്പ് ദിനം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് വസന്തിലേക്കാണ് ദിന്നി അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വസന്തിലേക്ക് പോകുന്നു. ശ്രീ വസന്ത്, LDF അധികാരത്തിലേക്കെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. LDF അധികാരത്തിലേക്ക് എത്തുമെന്നതായി ഏറ്റവും ഒടുവിൽ P. ജയരാജൻ പറയുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണമെന്ന ലീഗിന്റെ കാർഡ് ഏറ്റില്ല എന്നുകൂടി പറയുന്നു ജയരാജൻ. LDF പൂളിൽ നിന്ന് പക്ഷേ ആദ്യഘട്ടത്തിൽ ഇനി കോൺഫിഡൻസ് കുറവ് എന്ന വാദത്തിന് പറയാമെങ്കിലും വോട്ടെണ്ണലിന്റെ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ കണക്കുകളുടെ ഇഴകേറി പരിശോധന അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അടക്കം മൂന്നാം സർക്കാരിന്റെ പ്രയോറിറ്റി ചിന്തകൾ തുടങ്ങിയെന്നാണ് കേൾവി. പന്തൽപ്പണി തെറ്റായ വാർത്ത എന്ന് പറഞ്ഞാലും ശ്രീ വസന്ത്, LDF ക്യാമ്പിൽ കോൺഫിഡൻസിന് തരിമ്പും കുറവില്ല. അല്ല, നോക്കൂ ഹാഷ്മി, ഇന്ന് AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരും, ആ വരുന്ന കണക്കിന് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടെസ്റ്റ് ഡോസ് ആണ് എന്നാണ്. അതപ്പോ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഏതായാലും UDF അധികാരത്തിൽ വരണമല്ലോ. അപ്പൊ UDF അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ AK ബാലന് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നേക്ക് 6-ാം നാൾ ഉയർക്കാൻ പോകുന്നത് അത് ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിന്റെ കൊള്ളരുതായികൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാണ്. ആ ജനത ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതിന് കൈ പിടിക്കുന്നത്, അതിന് കൂട്ടുചേരുന്നത്, ആ കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി താങ്ങാവുന്നത് UDF ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോകാത്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പവർ കട്ടിന് പുതിയ പേര്, ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 28-ാം നാൾ കുഞ്ഞിന് കൊണ്ടുപോയി നൂൽക്കെട്ട് നടത്തി പുതിയ പേരിടുന്നത് പോലെ പവർ കട്ട് എന്നുള്ള പേര് മാറ്റി എന്താണ് പവർ മാനേജ്മെന്റ് എന്നൊരു പുതിയ പേരിട്ട് ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ സർക്കാർ, ഈ കാവൽ സർക്കാർ, ഈ കടന്നു പോകുന്ന അതാണ് പല പേരും ഇട്ടിട്ടുണ്ട് ഗസറ്റിൽ. ഏത് പരസ്യപ്പെടുത്തിയാലും കറണ്ട് പോകുമ്പോൾ ഈ പറയുന്ന ഉഷ്ണക്കാറ്റടിക്കുന്നവൻ ഏതായാലും തണുത്ത കാറ്റ് വരില്ലല്ലോ, പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി വലിയ പ്രതിസന്ധി ഈ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇവർ തന്നെ പരസ്യപ്പെടുത്തിയ, പിണറായി വിജയൻ തന്നെ പരസ്യപ്പെടുത്തിയ പ്രോഗ്രസ് കാർഡിൽ 1 മുതൽ 16 വരെയുള്ള എല്ലാം തന്നെ ഫോഷ്കാണെന്നും ആയതുമായി ബന്ധപ്പെട്ട് യാതൊന്നിനും അടിസ്ഥാനമില്ല എന്നും അതാത് കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായും സർക്കാരിനെതിരായ വലിയ ആന്റി ഇൻകൺവൻസി അത് ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ UDFന്റെ വലിയ മുന്നേറ്റം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇവിടെയൊക്കെ UDFന്റെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്താണ് LDF പറഞ്ഞത്? ഞാൻ ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും 10 വർഷമായി ഭരിക്കുന്ന സർക്കാരിനെതിരായ നോർമൽ ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും വലിയ പരിക്കേക്കില്ല എന്നായിരുന്നു അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിശദീകരണം. പക്ഷെ എന്താ ഉണ്ടായത്? വലിയ പരിക്കേറ്റില്ല എന്നതല്ല, മറിച്ച് ഒരു ക്ലീൻ സ്വീപ്പ്, അടിച്ചുവാരി തൂത്തെടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ടു ജനം അന്ന്. ഇനി ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡിക്റ്റോ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല എന്നതിന്റെ പല ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കാം. സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവല വാദത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തദ്ദേശത്തിലെ വിജയം കണ്ട് ഞങ്ങൾ നിയമസഭ തൂക്കും എന്ന കോൺഫിഡൻസ് അടിസ്ഥാനം അത്രയ്ക്കുണ്ടോ? അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട് ഹാഷ്മി. എന്താണെന്ന് അറിയാമോ? നമുക്ക് റീസെന്റ് തെരഞ്ഞെടുപ്പ് അതിനെയാണല്ലോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക. ഞാൻ CPMന്റെ വിലയിരുത്തലുകളെയാണ് താരതമ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർ പറഞ്ഞ വാക്ക് അത് മാറിപ്പോയി. 2, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് CPM പറഞ്ഞത് 12 സീറ്റിൽ വിജയസാധ്യത, 12 സീറ്റിൽ വിജയസാധ്യത. അങ്ങ് പുറകിൽ പോയാലും 10 സീറ്റ്, അതിൽ താഴെ പോകില്ല എന്നാണ്. എന്താ അവസ്ഥ? CPMനുള്ളത് ഒരു MP ആണ്, ഒരു MP.
അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ വാദത്തിന് പറയാം ലോക്സഭയിലെ പാറ്റേൺ അല്ല തദ്ദേശത്തിലെ പാറ്റേൺ അല്ല നിയമസഭയിൽ. ഈ പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചരിത്രത്തിൽ ഒരിക്കലും UDF-ന് ലീഡ് എടുക്കാൻ പറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാറ്റേൺ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ആ പാറ്റേൺ എന്ന വാക്ക് പോലും കേൾക്കാനില്ലല്ലോ. ആ പാറ്റേണെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തുകൊണ്ടുപോയി അറബിക്കടലിൽ ഇട്ടത് ജനമാണല്ലോ. അപ്പോൾ ആ പാറ്റേൺ മാറും. ഇത്തവണ ഞങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി പറയുന്നു 100-ലധികം സീറ്റുമായി 100-1 കുറയാത്ത സീറ്റുമായി UDF അധികാരത്തിൽ വരും. അതിന് ഞങ്ങളുടെ കോൺഫിഡൻസ് അത് പിണറായി വിജയനാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച പിണറായിയുടെ സർക്കാരുമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ആ 100 സീറ്റിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ പോകുന്ന ഫാക്ടർ അത് സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരമല്ല, മറിച്ച് അത് പിണറായി ഇൻകൺവൻസിയാണ്. ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് ഗവൺമെന്റ് അല്ല, ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് പിണറായി വിജയൻ എന്നുള്ളത്. അങ്ങനെ വലിയ കോൺഫിഡൻസ് പറയുമ്പോൾ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. ഹരിയാനയിൽ അവിടെ കോൺഗ്രസിന്റെ വലിയ ജയം പ്രവചിച്ചാണ് എല്ലാവരും. പക്ഷേ റിസൾട്ട് വരുമ്പോഴേക്കും അതല്ല കണ്ടത് നമ്മൾ കണ്ടതാണ്. അതിന് കാരണങ്ങൾ ഇപ്പോൾ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞാലും. അപ്പോൾ ഏത് സിനേറിയോയും നേരിടാൻ രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് താങ്കളടക്കം സന്നദ്ധനായിരിക്കും. രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ. ഞാൻ എത്താം വസ്തുവിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരും മുമ്പ് നേരത്തെ വസന്ത് പറഞ്ഞ AK ബാലന്റെ പ്രതികരണം ഒന്ന് വേണം. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തേക്കെതിരായിട്ടാണ് ഞാനന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുമല്ല, ഒരു സംഘടനയുമല്ല. വളരെ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ സ്വാധീനം മാത്രമേ അതിനുള്ളൂ. വോട്ടർമാർ നോക്കിയാൽ 1% പോലുമില്ല. പക്ഷേ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആശയതലം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരടക്കം രൂപപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ചർച്ച നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കും. ഷെൻ ലാൽകുമാർ, ഇവിടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, CH മുഖ്യമന്ത്രിയായിട്ടുണ്ട്, EMS നമ്പൂതിരിപ്പാടും നായനാരും VS മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുഖ്യമന്ത്രിയായ നാട്ടിൽ ജനവിധിയിൽ ദീർഘകാലത്ത് ജയിച്ചു വരുന്ന വലിയ തലപ്പൊക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ജമാഅത്ത് തള്ളിക്കൊടുക്കണം എന്ന ബാലന്റെ വാദം RSS പോലും പറയാത്ത വർഗീയവാദമാണ്. അത് പോട്ടെ, ജയിച്ചാൽ ജമാഅത്ത് ആഭ്യന്തരമന്ത്രിയാകും നേരത്തെ വർഗീയത പറഞ്ഞ ആളാണ് ബാലൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്ന് വെച്ചാലും നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ AK ബാലനും ഒരു UDF മുഖ്യമന്ത്രിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത പോലെ ഉണ്ടോ ഷെൻ ലാൽകുമാർ? അല്ല, നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. 4-ാം തീയതി വരെയല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. 3 പേരുണ്ട്. താങ്കൾ ആ സെൻറ്റൻസ് കേട്ടോ എന്ന് എനിക്കറിയില്ല. 3 പേരുണ്ട്, 4-മതൊരാളുണ്ടായി. ആ 4-മതൊരാളാകുന്നത് ജമാഅത്തയുടെ പ്രതിനിധിയാണ് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ KC വേണുഗോപാൽ, മത്സരിക്കാത്ത KC വേണുഗോപാൽ, ഇവർ 3 പേരുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനായിട്ട് കച്ചകെട്ടിയിരിക്കുന്ന ആൾക്കാർ. അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, VD സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജമാഅത്തയുടെ മുഖമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് കൗണ്ടറായിട്ട്, ബദലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് KC വേണുഗോപാലും കൂട്ടരും വെക്കുന്നത് ഈ പറയുന്ന UDF-നകത്ത് നിൽക്കുന്ന VD സതീശന് ജമാഅത്തയുടെ മുഖം ഉള്ളതുകൊണ്ട് അവരുടെ മുഖം എന്ന് വെച്ചാൽ UDF-ൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖം അതിന് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനൊരു കാൻഡിഡേറ്റ് ചീഫ് മിനിസ്റ്റർഷിപ്പിലേക്ക് വന്നാൽ എന്ന് ഒരു വാദം അവർ വെക്കുന്നുണ്ട്. നമുക്ക് ജമാഅത്തയുടെ ഇൻഫ്ലുവൻസ് വളരെ എവിഡൻ്റാണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എവിഡൻ്റാണ്. ഞാൻ തർക്കിച്ച് തോപ്പിക്കാനൊന്നും ഞാനില്ല. കാര്യം 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയുന്ന ഒരു കാര്യത്തിന് ഞാൻ 4-ാം തീയതി വരെ ഞങ്ങളുടെയാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ 4-ാം തീയതി കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയായി തുടരും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നോക്കൂ, എവിഡൻ്റ്ലി ആൾക്കാർ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയമാകുമ്പോഴത്തേനും നമ്മൾ വേറൊരു തരത്തിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കുറേ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന ഡേറ്റ, ആ ഡേറ്റ അനാലിസിസ് നടത്തുന്നതിന് നിങ്ങൾക്ക് പലതിനും പല ഫാക്ച്വൽ ബേസിസ് ആണുള്ളത്. ഇപ്പോൾ നോക്കൂ, വസന്ത് പറഞ്ഞൊരു കാര്യം നോക്കൂ, പാറ്റേണിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, റിസൾട്ടിനെ കുറിച്ച് വരുന്നത് നോക്കൂ. നമ്മുടെ നിയമസഭയുടെ പാറ്റേൺ എന്തായിരുന്നു? നിയമസഭയുടെ പാറ്റേൺ LDF കഴിഞ്ഞ് UDF വരിക, UDF കഴിഞ്ഞ് LDF വരിക. അതൊരു പാറ്റേൺ അല്ലേ? ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തായിരുന്നോ? ബ്രേക്ക് ചെയ്തു. അപ്പം പാറ്റേൺ ബ്രേക്ക് ചെയ്യാം, പിന്നെ തിരിച്ച് പാറ്റേണിലേക്ക് പോവാം, പലതും സംഭവിക്കാം.
ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസമാണ് പറയുന്നത്, വോട്ട് ചെയ്തതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റ, നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ്, ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. LDF തുടരാനുള്ള സാധ്യത ഞാൻ കഴിഞ്ഞ ചർച്ചയ്ക്കകത്ത് എനിക്കൊന്ന് ആനന്ദമുണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഗോപികൃഷ്ണനായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, ഒരു വലിയ തരംഗം ഉണ്ടെങ്കിൽ, UDF അനുകൂല തരംഗം ഉണ്ടെങ്കിൽ UDF ഉറപ്പായിട്ടും അധികാരത്തിലേക്ക് വരും. അത് പറയുന്നതിന് എനിക്ക് 4-ാം തീയതിക്കും മുമ്പും ബുദ്ധിമുട്ടില്ല, 4-ാം തീയതി കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടില്ല പറയാൻ. പക്ഷേ തരംഗമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, UDF അനുകൂല തരംഗം സംസ്ഥാനത്ത് അടിച്ചിട്ടില്ല എങ്കിൽ UDFൻ്റെ സ്ഥിതി ബുദ്ധിമുട്ടിലാകും, പരുങ്ങലിലാകും എന്ന് പറയുന്നതിന് എനിക്കൊരു സംശയമില്ല. കാര്യം അത് നോക്കൂ, ആദ്യം 100 പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ വസന്ത് 100-നെ കുറിച്ച് വീണ്ടും സംസാരിച്ചെങ്കിലും VD സതീശൻ ആ 100-നെ കുറിച്ച് പിന്നെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന UDFൻ്റെ എല്ലാമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ലാൽ, പക്ഷേ നമ്പർ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് വേറെ സിനാറിയോ, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് VD പറഞ്ഞു 100 സീറ്റിന് മുകളിൽ. ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു, ആദ്യ ദിവസം നമ്മൾ 100-ൽ മേളിൽ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസാരിക്കുന്നില്ല ആ വിഷയത്തിനെ കുറിച്ച്. സംസാരിക്കാത്തതായിരിക്കാം. ഇപ്പം പറഞ്ഞ പോലെ 100 ഉറപ്പിച്ച് കിട്ടുന്ന ഒരാൾ അദ്ദേഹം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്താ സംസാരിക്കേണ്ടത്? അദ്ദേഹത്തിന് ഉറപ്പാണ് അദ്ദേഹത്തിന് 100 കിട്ടുമെന്ന്, നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇതിപ്പോൾ ഇതാണല്ലോ തർക്കം. ഹാഷ്മി, ഇതല്ലേ പ്രശ്നം. ഞങ്ങൾക്ക് 100 കിട്ടും എന്നുള്ളൊരു വാദം എനിക്ക് തോന്നുന്നില്ല 100-ലേക്ക് ലെഫ്റ്റ് ഫോഴ്സസിന് എത്താൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെന്ന്. പക്ഷേ അധികാരം നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഒക്കെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇക്വേഷൻസിനൊക്കെ ഏതൊക്കെ രീതിയിലും നെഗറ്റീവായാലും അധികാരം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അതേ ഡേറ്റ അനുസരിച്ച് അവരുടെ വിലയിരുത്തൽ അവർക്ക് 100-110 ഒക്കെ കിട്ടുമെന്നാണ്. അതല്ലേ നടക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നോക്കുന്നത് ഇച്ചിരി. ഞാൻ ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഈ മത്സരത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൻ്റെ എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് സ്ഥിതി എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു ഇച്ചിരി ടൈറ്റാണ്. അപ്പം ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നത് ഞങ്ങളുടെ വിലയിരുത്തൽ കറക്റ്റാണ്. ടൈറ്റാണെന്ന് ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതിനെ വിലയിരുത്തൽ കറക്റ്റാണ്. ഇത് ഇങ്ങനെയാണ് നമ്പേഴ്സ് കൂട്ടുന്നത്. ഞാൻ ആ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്തത്. അതേ സ്ഥാനത്ത് ആ UDF-ഉമായിട്ട് സംസാരിച്ച ആൾ അദ്ദേഹം കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ പെസിമിസ്റ്റിക് മാനർ ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ ഒപ്റ്റിമിസ്റ്റിക് മാനർ, എങ്ങനെ വേണേ ആകാം. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പെസിമിസ്റ്റിക് അക്കൗണ്ടിൽ ഒരു 75-80 റേഞ്ചിനകത്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കുറയാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഇപ്പം 4-ാം തീയതിക്ക് ശേഷം വ്യത്യാസമാണ് വരുന്നതെങ്കിൽ എന്താ വ്യത്യാസമാണ് വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഈ ഫാക്ച്വൽ ബേസിസിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. വെപ്രാളപ്പെട്ട് ഇപ്പം ദുർഭരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പറയുന്ന വീണ്ടും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ ഈ പറയുന്ന ദുർഭരണത്തിനെ കുറിച്ച് പറയുന്നത് അപ്പം നിങ്ങൾ വിഴുങ്ങേണ്ട വരത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ക്ലിയർ ആണ്, മാൻഡേറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ അനാലിസിസ് അതാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന രമേശ് ചെന്നിത്തല DGP-യെ വരെ വിളിച്ചു ഇല്ലേ? DGP-യെ വരെ വിളിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള നടപടികളിലേക്കുറിച്ചും UDF കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരെ വന്നു. വല്ലതും നടന്നോ? അപ്പം നമുക്ക് ഇവരിൽ നടക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവർ ഇത്രയും വെപ്രാളം വെക്കുന്നത്, എങ്ങാനും ബിരിയാണി കൊടുത്താൽ അവരുടെ ക്ലെയിം ആദ്യം തന്നെ വെക്കണം. കാര്യം 3 പേരാ സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആ വടംവലിയാണ് ഇവിടെ നടന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ച തന്നെ മുന്നോട്ട് വന്നതിന് കാരണം ഈ പറയുന്ന വടംവലി. എങ്ങാനും ബിരിയാണി കൊടുത്താൽ, ഞാൻ പറഞ്ഞ തരംഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു സാഹചര്യം, തരംഗം ഉണ്ടെങ്കിൽ ഞാൻ തോറ്റു പോകുന്നില്ലേ പറഞ്ഞത്, അങ്ങനെ തരംഗം എങ്ങാനും ഉണ്ടെങ്കിൽ കെട്ടിപ്പെറുക്കി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ആളിങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ രമേശ് ചെന്നിത്തല തട്ടിക്കൊണ്ട് പോകരുത്, അല്ലെ VD സതീശന് കൊടുക്കരുത്. ഈ തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊരു തർക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രീ എസ് ടിന്നി, BJPക്ക് എന്തായാലും ഞങ്ങൾ അധികാരം പിടിക്കും എന്നൊരു അവകാശവാദം ഇല്ല. ഉള്ള അവകാശവാദം എന്താണ്? വരുന്നത് തൂക്കുസഭയാണ്. തൂക്കുസഭയാകുമ്പോൾ ഞങ്ങൾ അതിൽ നിർണായക ശക്തി, കാര്യം ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ആരും ഭരിക്കില്ല എന്നതായിരിക്കണം. അത് ആഗ്രഹമാണോ, ദുരാഗ്രഹമാണോ, മോഹമാണോ, വ്യാമോഹമാണോ എന്നൊക്കെ 4-ാം തീയതി അറിയാം. പക്ഷേ UDF 60 സീറ്റ് കടക്കില്ല എന്നാണ് അങ്ങയുടെ പാർട്ടി അധ്യക്ഷൻ. അങ്ങയുടെ പാർട്ടി അധ്യക്ഷൻ അക്കാര്യത്തിൽ അത്ര ഉറപ്പെന്താണ്? അത് BJP സംസ്ഥാന അധ്യക്ഷൻ പറയേണ്ട കാര്യം എന്താണ്? ശ്രീ എസ് ടിന്നി. നോക്കൂ ശ്രീ ഹാഷ്മി, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം 100 സീറ്റ് കൂടുതൽ കിട്ടും എന്ന് പറയുന്ന നേതാക്കന്മാർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, അവർ ഓൾറെഡി നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4-ാം തീയതി റിസൾട്ട് വരുന്നതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഈ 2 മുന്നണികളും കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഈ വോട്ട് ചെയ്ത ആളുകൾ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും അവർക്ക് ചിന്തിക്കുന്നത്? ഇപ്പോൾ UDF-ന്റെ കാര്യം നമുക്ക് നോക്കാം.
UDFന്റെ കാര്യത്തിൽ വികസനം എന്നുള്ള ഒരു ചർച്ച എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പം വികസനം എന്ന് പറഞ്ഞാൽ സ്വന്തം നേതാക്കന്മാരുടെ വികസനം മാത്രമായിട്ടുള്ള ചർച്ചയിലേക്ക് മാറി. ഹൈക്കമാൻഡ് പറഞ്ഞാലും ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് പറഞ്ഞാലും സ്വന്തം അണികൾ പറഞ്ഞാലും അവർ തമ്മിലടി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പോസ്റ്റർ ഒട്ടിക്കുന്നു, സൈബറിൽ പോരാട്ടം നടത്തുന്നു, പോഡ്കാസ്റ്റ് നിർമ്മിക്കുന്നു, ആർട്ടിക്കിൾ വരുന്നു, 3 പേരുടെയും പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അധികാരം കിട്ടുന്നതിന് മുമ്പുള്ള സ്ഥിതിയെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ജനങ്ങൾ ആലോചിക്കുകയാണ്. ഇനി 2ാം വർഷത്തിന് LDFന്റെ കാര്യമാണെങ്കിൽ LDF പറഞ്ഞായിരുന്നു, ഇവിടെ നേരത്തെ പറഞ്ഞു, വസന്ത് അതിനെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഇരുട്ടില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം. എന്നിട്ട് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പറയുകയാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് ലോഡ് ഷെഡിങ് നമുക്ക് ഒഴിവാക്കാം. എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പോലും അവരെ കുറ്റപ്പെടുത്തിയാണ്. KSEB എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ടില്ല? എന്തുകൊണ്ട് നമുക്ക് സോളാർ പവർ ഇവിടെ കിട്ടിയിട്ട് അതിനെ വേണ്ട രീതിയിലുള്ള യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അപ്പൊ ഈ KSEBയുടെയും ഈ ലോഡ് ഷെഡിങ്ങിന്റെയൊക്കെ ഈ 10 വർഷത്തിന്റെ ഒരു ഭരണത്തിന്റെ ഉദാഹരണം തന്നെയല്ലേ അത്? അവിടെ UDF ക്യാമ്പിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് ഇപ്പം ബാക്കി നമ്മുടെ ആരുടെയും വിശ്വാസമാകണ്ടെങ്കിലും UDFനകത്ത് അവർ ജയിക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ട്. പൂർണ്ണമായ കോൺഫിഡൻസിൽ ആ പാർട്ടി ആര് മുഖ്യമന്ത്രിയാവുമെന്ന് ചർച്ച നടത്തുന്നത് വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള പാർട്ടിയുടെ ചർച്ചകളാണ്. ഇപ്പോൾ അങ്ങയുടെ പാർട്ടിയുമായി അതിനെ കമ്പയർ ചെയ്യുമ്പോഴല്ലേ അഹങ്കാരം തോന്നുന്നത്? അങ്ങയുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള പ്രിവിലേജ് ഇപ്പോൾ ഇല്ല എന്ന് കരുതി അഹങ്കാരം എന്ന് പറയണം. നമ്മുടെ പാർട്ടിയായിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല ശ്രീ ഹാഷ്മി, പാർട്ടിയായിട്ടല്ല. നോക്കൂ, നമ്മളിപ്പം ഞാൻ എന്തുകൊണ്ടാണ് അതിന് 100 സീറ്റിന് മേളിൽ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം ഒരു യാഥാർത്ഥ്യം, നമുക്ക് ഒരു ഇത് വേണം. അതായത് 100 സീറ്റ് ഒക്കെ ശ്രീ ഹാഷ്മി എന്നെ പറഞ്ഞ പോലെ ഇലക്ഷന് മുൻപ് പറയുന്നത് അത് ഒരു വിന്നിംഗ് ഫാക്ടറിലേക്ക് കൊണ്ടുപോകാം, ഞാൻ വനവാസത്തിലേക്ക് പോകാം, അതൊക്കെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടും പറയുന്നത് അത് അത്രമാത്രം എന്താ പറഞ്ഞ ആത്മവിശ്വാസമാണ്, അഹങ്കാരമാണ്. ഞാൻ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീം UDF എന്നുള്ള ഒരു വാക്കായിരുന്നു ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഉപയോഗിച്ചത്. ടീം UDF. ഇപ്പൊ ടീം കോൺഗ്രസ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു സംസാരമുണ്ടോ? അപ്പൊ ഇപ്പം ഈ 2 മുന്നണികളുടെയും നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുമല്ലോ. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുൻപാണ് ഈ സ്ഥിതിയെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് സാധാരണക്കാരായിട്ടുള്ള ഈവൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ പോലും ചിന്തിക്കുക. ശരി, നമുക്ക് വസ്തുതയുടെ കാര്യം ചോദിക്കുകയും ചെയ്യാം. ശാനന്ദ് കൊച്ചുകൂടി, താങ്കളും NS മാധവന്റെ ആ സീറ്റ് പ്രൊജക്ഷൻ കണ്ടു എന്നാണ് എൻ്റെ ധാരണ. അതിൽ പറയുന്നത് കാസർഗോഡ് UDF 2, LDF 3, കണ്ണൂർ UDF 3, LDF 8, വയനാട് UDF 3, LDF 0, കോഴിക്കോട് 7-6, മലപ്പുറത്ത് 15-1, പാലക്കാട് 3-9, തൃശ്ശൂർ 2-11, അങ്ങനെ പോയിട്ട് തിരുവനന്തപുരത്ത് UDF 2, LDF 12 അടക്കമുള്ള മൊത്തം 75 സീറ്റ്സാണ് NS മാധവന്റെ പ്രൊജക്ഷൻ. എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ ടൈറ്റ് ഫൈറ്റോ ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ദ വേഴ്സ്റ്റ് കേസ് സിനറിയോ ആണ് NS മാധവൻ പറയുന്നത് 75 സീറ്റ്. അത് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ശരിയാണെന്ന് തോന്നും. എന്നാൽ ചില UDF നേതാക്കളോട് സംസാരിച്ചാൽ അവർ പറയുന്ന ദ വേഴ്സ്റ്റ് കേസ് സിനേരിയോ, അവരും ഈ പറയുന്ന രീതിയിൽ ഇഞ്ചോടിഞ്ച് ടൈറ്റ് ഫൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ 90% UDF ജയിക്കുമെന്ന് പല സർവേകളും പറയുന്ന സീറ്റുകൾ തള്ളി അത് വെട്ടി പറഞ്ഞാലും അവരുടെ പക്കലുമുണ്ട് 76-78 കണക്ക്. അത് തോന്നും, നമുക്ക് നോക്കുക അത് ശരിയാണല്ലോ തോന്നും. ഈ 2 കൺഫ്യൂഷനുകൾക്കിടയിൽ യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് മെയ് 4 അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു വലിയ ഒരു സർപ്രൈസ്, ഒരു സസ്പെൻസ് ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് ശ്രീ കൊച്ചുകൂടി, അല്ലേ? അല്ല, ഇത് എന്താണെന്നറിയോ, കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ 40 വർഷത്തെ ഒരു എന്താണ് ട്രെൻഡ് മാറി. ഇപ്പോൾ കഴിഞ്ഞ തവണ പിണറായി വിജയന് തുടർ ഭരണം കിട്ടി. അതുകൊണ്ട് ഈ വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ എന്ന് പറയില്ലേ, അതുപോലെ UDFന്റെ ചില നേതാക്കൾക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടും, അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടും ഇത്ര മോശം, അതായത് 48-ൽ നിന്ന് 41-ലേക്ക് പോയ ഒരു മോശം സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇത്തവണ ജയിക്കുമോ എന്ന് അവർക്ക് ന്യായമായും ചില സംശയങ്ങൾ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോശം സിനാരിയോ 78 അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ അദ്ദേഹം കുറച്ച് ഈ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി കുപ്പായം തുന്നി അല്ലെങ്കിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി വരെ നിശ്ചയിച്ചു എന്നൊക്കെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. പക്ഷേ അദ്ദേഹമല്ല, ഇനി മറ്റൊരു നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് രമേശ് ചെന്നിത്തലയേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ പല കോൺഗ്രസിൻ്റെ നേതാക്കളും ഈ താഴെത്തട്ടിലുള്ള നേതാക്കൾ പലരും അവർ സംശയം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ഇങ്ങനെ വലിയ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റുതുന്നം പാടിയതുകൊണ്ടാണ്. എന്നാൽ CPMൻ്റെ പല നേതാക്കളും കഴിഞ്ഞ തവണ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ, കഴിഞ്ഞ തവണയും ഇലക്ഷൻ്റെ ഇതേ സാഹചര്യത്തിൽ നമ്മൾ ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്ന്
CPM-ന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുപോലെ 75-80 സീറ്റ് കിട്ടി ഞങ്ങൾ തുടർഭരണം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവർക്ക് കിട്ടിയത് 98 സീറ്റാണ്. 98 സീറ്റിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. 99 സീറ്റാണ്. അപ്പം അത് സാധാരണ ഒരു ഇലക്ഷൻ പോലെയല്ല, അതൊരു വേവ് പോലെയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടായിരുന്നു അവർക്ക് ഉണ്ടായത്. അപ്പോൾ അവർ പോലും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പോയി. ഇത്തവണ അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് ശരി, അന്ന് ഇത് തുടർഭരണം, കോവിഡ് തുടങ്ങി പല കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വലിയ ആൻറ്റി ഇൻകംബൻസിയുടെ പശ്ചാത്തലത്തിൽ പോലും അവർക്കൊരു 75 സീറ്റ് കിട്ടുമെന്നുള്ള അവരുടെ ഏറ്റവും മോശം വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പോൾ CPM-ന്റെ പല നേതാക്കളും അങ്ങനെ ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ഹോപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് എങ്കിലും, അതായത് ഒരു കണക്ക് അവർ പറയുന്നത് 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം UDF-ന് അല്ലെങ്കിൽ LDF 60 സീറ്റിൽ കൂടുതൽ തോൽക്കാത്ത സീറ്റുകൾ ഉണ്ടെന്നാണ്. ആ കണക്ക് അത് CPM-ന്റെ നേതാക്കൾ മാത്രമല്ല, ഇവിടെ പല മാധ്യമപ്രവർത്തകരും ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും ഉറപ്പായും 65 പിന്നെ 18 ഫൈറ്റിംഗ് സീറ്റുകൾ എന്നാണ് അത്ര പറയുന്നത്. അപ്പോൾ 65 സീറ്റ് എന്നവർ ഉറപ്പിക്കുന്നുണ്ട്. ബാക്കി കിട്ടിയാൽ എന്താണ് അധികാര തുടർച്ച. ഇവിടെ ഈ ടിവിയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ഇന്റലിജൻസ്, ഇവിടുത്തെ സെൻട്രൽ ഇന്റലിജൻസ് ഉണ്ട്, കേരളത്തിലെ ഇന്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. കേരളത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും IB-യുടെ ഉദ്യോഗസ്ഥരും ഇവിടെ കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്. ഇവർ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ്. ഇവരുടെ കണക്കുകൾ, അവരുടെ ലോജിക്ക് നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ട് ഇവരൊക്കെ. അപ്പോൾ ഇവർ പറയുന്ന ഇവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, ഇവരുടെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അപ്പോഴും ഞാനീ പറയുന്നത് ഈ കേരളത്തിലെ 2008 ശേഷം മണ്ഡല പുനർനിർണയത്തിന് ശേഷം 60 സീറ്റിൽ കുറവ് LDF-ന് തോൽക്കാൻ പറ്റാത്ത സീറ്റുകളുണ്ടെന്നൊക്കെ പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കണക്കാണ്. അത് ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പെട്ടെന്ന് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് അത് 2011 72-68 ആയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും പറയുന്നത് അങ്ങനെ തന്നെ കുറച്ച് സീറ്റുകൾ LDF-ന് എന്തായാലും ജയിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ടെന്ന്. പക്ഷേ ഇത്തവണത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മധ്യ കേരളത്തിലും അതുപോലെ മലബാറിലും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടായിട്ടുണ്ട്. കാരണം 2 ന്യൂനപക്ഷ സമുദായങ്ങളും കേരളത്തിൽ ഇപ്പോൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ CPM-ന് അനുകൂലമായി വന്നില്ല. അങ്ങനെ അനുകൂലമായി വരാത്തതിന് കാരണമുണ്ട്. അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വരികയും ഇവിടെ BJP എന്നുള്ള ഒരു പാർട്ടി അപ്പുറത്തുണ്ടാകുകയും എന്തു വന്നാലും UDF ഇപ്പം മുസ്ലിം ലീഗ് അധികാരത്തിൽ വരരുത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തുച്ഛമായതിൻ്റെയൊക്കെ കാരണം കൊണ്ട് തന്നെ ഒരു ഹിന്ദു ഭൂരിപക്ഷ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ CPM ശ്രമിച്ചത് ഫലവത്തായില്ല. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയൊക്കെ കുറച്ച് കൂട്ടാൻ പറ്റിയെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന കുറേ സീറ്റുകളുണ്ട് എന്നവർ കരുതിയത് പലതും അവർ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവരിപ്പോഴും കരുതുന്നത് തൃശ്ശൂർ, പാലക്കാട് ഈ 2 ജില്ലകൾ, പിന്നെ തിരുവനന്തപുരം, ഈ 3 ജില്ലകൾ വെച്ചിട്ടാണ് അവർ ഈ കണക്കുകളെല്ലാം കൂട്ടുന്നത്. പിന്നെ അവരുടെ മലബാറിൽ ചില കോട്ടകളുണ്ട്, ഉരുക്കു കോട്ടകൾ, കോഴിക്കോട് ജില്ലയിലൊക്കെയുള്ള ഉരുക്കു കോട്ടകൾ. അവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്ന സീറ്റുകൾ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ തോൽക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് കുറേ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരപ്പോഴും അവരുടെ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന ഇത്തവണ എങ്ങനെയെങ്കിലും കടന്നുകൂടും, 2011 UDF ജയിച്ചതുപോലെ 2 സീറ്റിനെങ്കിലും കടന്നുകൂടും എന്നവർ പ്രതീക്ഷിക്കുന്നു. അവരുടെ പ്രതീക്ഷ അവർക്ക് പുലർത്താം. ഇനിയിപ്പോൾ 6 ദിവസമേ ഉള്ളൂ. NS മാധവൻ ഈ നേതാക്കളോടൊക്കെ വളരെ സൗഹൃദം പുലർത്തുന്ന, CPM-ന്റെ നേതാക്കളോട് സൗഹൃദം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കണക്ക് അവതരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനുമുള്ള എല്ലാ അവകാശവും ഉണ്ട്. കണക്കിന്റെ അതിന്റെ ഇഴകീറി നോക്കുമ്പോഴത്തേക്കും ഇത് കൊള്ളാമല്ലോ, ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. അതേസമയം അപ്പുറത്തെ കണക്ക് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. അതാണ് ആ കൺഫ്യൂഷൻ ഞാൻ ചോദിച്ചത്. പോട്ടെ, ശ്രീ വസന്ത്, ഇവിടെ 5-ാം തീയതി പന്തലിടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്ന വാർത്ത ഉണ്ടയില്ല എവിടെയാണ് എന്നാണ് എൻ്റെയും ധാരണ. കാരണം എന്താണ്, അതിപ്പോൾ 4-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ 5-ാം തീയതി സത്യപ്രതിജ്ഞ എന്ന് കരുതാൻ പറ്റില്ലല്ലോ. പക്ഷേ പിണറായി വിജയനോ കോൺഗ്രസിലെ ആരോ സതീഷിനോ രമേശോ ആരെങ്കിലും നോക്കട്ടെ, ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യണം, അതിനൊരു പന്തൽ എന്തായാലും വേണം.
ഇനി മന്ത്രി വി എൻ വാസം പറയുന്നത് പോലെ ജർമ്മൻ ബന്ധലൊക്കെ ആണെങ്കിൽ അതിന് ടെൻഡർ വേണം, അതിന് അത് ചെയ്യുന്ന പ്രോട്ടോകോൾ വിഭാഗമാണ് ചുമതല. അതിന് ടെൻഡറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പശ്ചാത്തലത്തിൽ പന്തൽ എന്നൊരു വാർത്ത വരാൻ കാരണം. ഇനി പന്തൽ എന്ന വാർത്ത മാറ്റി നിർത്തിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത കോൺഫിഡൻസിലാണ് എന്നാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നവരൊക്കെ പറയുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശ്രീ വസന്ത്, നോക്കൂ, ഇവിടെ നിങ്ങൾ അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇന്ത്യൻ എക്സ്പ്രസിൽ കണ്ടം ലേഖനം വരുന്നുണ്ട്, അയാൾക്കെതിരെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലമായി എതിരായിട്ട് ഫ്ലക്സ്, ഈ പറഞ്ഞ കരുനീക്കങ്ങൾ. എങ്ങാനും ആ ജനവിധി തിരിഞ്ഞാണെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന നാണക്കേട്, ട്രോള് എന്ത് ഭീകരമായിരിക്കും ശ്രീ വസന്ത്? അല്ല നോക്കൂ, ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചു, അവിടുത്തെ കണക്ക് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നും ഇവിടുത്തെ കണക്ക് കേൾക്കുമ്പോൾ, അതായത് യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നവർ, പ്രവചിക്കുന്നവർ, അവർ പറയുന്ന കണക്ക് കേൾക്കുമ്പോൾ ഇനി ഇങ്ങനെയാണോ എന്നും തോന്നുന്ന കണക്കിനാണ് രണ്ട് സൈഡിൽ നിന്നും പ്രവചന കണക്കുകൾ വരുന്നത്. നോക്കൂ, എൻ എസ് മാധവനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇടതുപക്ഷം അപ്രസക്തമാണെന്നും രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ അവർ ഇല്ലാതായി തീർന്നുവെന്നും ഇനി അവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നും 6 മാസം മുമ്പ് പ്രവചിച്ച ആളാണ്. അദ്ദേഹം പറയുകയാണ് 3ാം തവണയും ആര് വരും, LDF വരും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം? നോക്കൂ ഹാഷ്മി, LDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്, 3ാമതും വരുമെന്ന് പറയുന്നത് കുറച്ചു പേർ മാത്രമാണ്. ഇനി ആ കുറച്ചു പേരുടെ കണക്ക് എത്രയാണ്? 80-ൽ താഴെയാണ്. 80-ന് മുകളിൽ ഒരു സീറ്റ് പോലും. ഏതാണ്ട് 70, 72, 75-ലാണ് അവരെല്ലാം കറങ്ങുന്നത്. ആ ലൂപ്പിൽ തന്നെ കടങ്ങിയാണ്. 80-ന് മുകളിലേക്കോ 80-ൽ ടച്ച് ചെയ്യുന്നൊരു കണക്ക് പോലും ആരും ഇതുവരെ മുമ്പോട്ട് വെച്ചതായി ഞാൻ കാണുന്നില്ല. എന്നാൽ റാഷിദ് CP അടക്കം UDF അധികാരത്തിൽ വരുമെന്ന് മുൻ പ്രവചനങ്ങളെല്ലാം തന്നെ ശരിയായി പറഞ്ഞിരിക്കുന്ന പലരുടെയും കണക്കുകൾ അത് 90+ ആണ്. അവിടെയാണ് കോൺഫിഡൻസ്. നോക്കൂ, LDF അധികാരത്തിൽ വരുമെന്ന് മനോവിഷമം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടേ എന്ന് ചിന്തിച്ചോ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആണ്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായി, അത് മുഴുവൻ UDF അനുകൂലമായി എന്നൊന്നും പറയാനുള്ള ശാസ്ത്രീയ ടൂൾ നമ്മുടെ കയ്യിലില്ല. അദ്ദേഹം കണക്കെടുത്ത് പറയുന്നൊന്നുമല്ല. അല്ല, നോ ഞാൻ റാഷിദിലേക്ക് മാത്രം ഒതുങ്ങുകയല്ല ഹാഷ്മി. ഞാൻ പറയുന്നത് ഈ സാംസ്കാരിക നായകർ അവർ മിണ്ടുകയും ചെയ്യുന്നതിന് ഈ 10 വർഷം കിട്ടിപ്പോന്ന എല്ലും കഷ്ണങ്ങളുടെ ഉപകാരസ്മരണ അത് പല രീതിയിൽ പ്രകടിപ്പിക്കും. ഇനി അത് ആരെങ്ങനെ പ്രകടിപ്പിച്ചാലും അവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ അങ്ങേയറ്റം 75 to 80 സീറ്റാണ്. അതിനപ്പുറത്തേക്ക് പറയാനൊരു കോൺഫിഡൻസ് അവർക്ക് പോലുമില്ല. തീവ്ര ഇടതുപക്ഷത്തിന്റെ ഫൈറ്റർമാരായ കാലാൽ പടയാളികൾ അവരിറങ്ങി നിന്ന് പോലും പറയുന്നത് ഈ സർക്കാരിന് 75-ലധികം സീറ്റിലേക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല, ഇനി അങ്ങനെ ഒരു സിനാറിയോ ഉണ്ടായാൽ പോലും എന്നാണ് പറയുന്നത്. അതായത് ആന്റി ഇൻകൺവെൻസി ഉണ്ട് എന്ന് സർക്കാരിന് വേണ്ടി വാദിക്കുന്നവർ തന്നെ അംഗീകരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പറയുന്നവർ എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സൈഡ് പറയുന്നവർ, അതായത് UDF അധികാരത്തിൽ വരുമെന്ന ടേക്ക് എടുക്കുന്നവർ, അവരാരും 80-ൽ താഴെ പറയുന്നില്ല. 85, 90, 100 ആണ് സീറ്റ്. അതായത് വളരെ കൃത്യമായ കോൺഫിഡൻസ് UDFന് വേണ്ടി സംസാരിക്കുന്നവർക്കുണ്ട്, UDFന്റെ നേതൃത്വത്തിനുണ്ട്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ UDFൽ എല്ലാ കാലത്തും നേതൃത്വ സംബന്ധമായ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് സൈഡഡ് ആയി ആൾക്കാർ സംസാരിക്കാറുണ്ട്. അത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ ഭാഗമായി പല സംസാരങ്ങളും പുറത്തു വരാറുണ്ട്. അത് ഈ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അത് ഗുണമാണോ ചെയ്യുന്നത് ദോഷമാണോ ചെയ്യുന്നത് എന്നത് പാർട്ടി ഇന്റേണലി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന നിലപാടാണ് എനിക്കുമുള്ളത്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കുമുള്ളത്. ഒരു അതിപ്രസരം അത്തരം കാര്യങ്ങളിൽ, ഈ ജനാധിപത്യ സൗന്ദര്യത്തിന്റെ അതിപ്രസരം ഒരു പാർട്ടി എന്ന നിലയിൽ ഗുണം ചെയ്യുന്നുണ്ടോ ദോഷം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം, ഡിബേറ്റബിൾ ആണ്. പക്ഷേ അതെല്ലാ കാലത്തും ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ മുന്നണിയുടെ ഭാഗമാണ്. ജനത്തിന് അത് പുത്തൻ അരിയൊന്നുമല്ല. അവരെ സംബന്ധിച്ച് എല്ലാ കാലത്തും UDFൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, നേതൃത്വ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നേതൃത്വം എൻ്റെ സുഹൃത്ത് ലാൽകുമാർ പറഞ്ഞത് 3 AK ബാലൻ പറഞ്ഞത് എടുക്കുകയാണ്. 3 കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ എത്രയോ നേതാക്കളുണ്ട്. 10 പേരെ എണ്ണി പറയാലോ. നിങ്ങൾ പറ്റില്ല, അത് ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് പോലും തോന്നിപ്പോകുന്ന 10 പേരെ ഞാൻ എടുത്തു കാണിക്കാം. LDFൽ അതുണ്ടോ? പിണറായി ഈ തവണ ഇവർ തോറ്റുപോയാൽ, ഞങ്ങളുടെ കണക്ക് പ്രകാരം ഈ തവണ ഇവർ തോറ്റുപോയാൽ ആരാ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ AK ബാലൻ ഈ തവണ മത്സരിച്ചില്ല, പാവം. ഇല്ലായിരുന്നെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കിട്ടിയാനെ. AK ബാലൻ സഖാവിന് വേണ്ടി ആരെങ്കിലും ജയിച്ചതിൽ 10 or 20 പേരാണ് ജയിക്കാൻ പോകുന്നത് എൻ്റെ കണക്ക് പ്രകാരം. ആ 20 പേരിൽ ആരെങ്കിലും ഒരാൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആവേണ്ട അവസ്ഥയാണ്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ പ്രതിപക്ഷ നേതാവിനെ കിട്ടാൻ വേണ്ടി ബാലൻ സഖാവിന് വേണ്ടി ആരെങ്കിലും സ്ഥാനത്യാഗം ചെയ്ത് അദ്ദേഹത്തെ നിയമസഭയിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. വേറെ ആരുണ്ട്? പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റൊരു നേതാവ് അവിടെ ഇല്ല. അതായത് നോർത്ത് കൊറിയയിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ആകെ കാണുന്നത് പോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അത് സംസ്ഥാനത്തെ പാർട്ടിക്കുള്ളിലുമുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. എങ്ങനെയാണ് ശൈലജ ടീച്ചറിന് സീറ്റ് കിട്ടിയത്? സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർക്ക് എണീറ്റ് നിന്ന്
വിതുമ്പിക്കൊണ്ട് അവർക്ക് അവരുടെ നിലപാട് പറയേണ്ടി വന്നു. എന്നിട്ട് പോലും അവർക്ക് കൊടുത്ത സീറ്റ് ഏതാ? KPCC പ്രസിഡന്റിനെതിരെ മുൻപ് അവർ തോറ്റിട്ടുള്ള സീറ്റ്, മുൻപ് അവർ ജയിച്ച സീറ്റല്ല, മുൻപ് അവർ മത്സരിച്ചിട്ടില്ലാത്ത സീറ്റല്ല, അവർ തോറ്റുപോയ സീറ്റ് തന്നെ. അതും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിനെതിരെ കൊടുത്ത് അവരെ ബലിയാടാക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനും പിണറായി വിജയനും മകൾക്കും മരുമകനും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിനും അപ്പുറത്ത് മറ്റാരെയും വളർത്തിക്കൊണ്ടുപോരാൻ അവർ തയ്യാറായിട്ടില്ല. അത് ഞങ്ങളുടെ കുറ്റമാണോ? അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ, പിണറായി വിജയനോട് തോളൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയ നേതാക്കൾ അതിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അതർ ഓപ്ഷൻ അവിടെ ചർച്ച ചെയ്യപ്പെട്ടാനേ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷത്തുള്ളവർക്ക് പറ്റാത്തത് എന്താ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ ചർച്ച ചെയ്താൽ അവർ ഇടതുപക്ഷ ലൈനിൽ നിന്ന് കട്ട് ചെയ്യപ്പെടും. രണ്ട്, ശൈലജ ടീച്ചറിന് ജയിക്കാൻ വിദൂര സാധ്യതയുള്ള ഒരു സീറ്റ് പോലും ഓരോ പാർട്ടിക്കും ഓരോ രീതിയല്ലേ ഇപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നതിൽ ശ്രീ വസന്ത് സിറിയക്കിന് എന്തോ ജനാധിപത്യത്തിന്റെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിലും അത് ജനാധിപത്യം കണ്ടാൽ മതിയെന്നേ. ഓരോ പാർട്ടിക്കും കോൺഗ്രസിന്റെ രീതിയാണത്, CPM-ന്റെ രീതി അങ്ങനെയല്ല. ഓരോ പാർട്ടിക്കും ഓരോ രീതി. ഒരേപോലെ എല്ലാ പാർട്ടിയും പ്രവർത്തിച്ചാൽ പിന്നെ ഒറ്റ പാർട്ടി പോലെ കേരളത്തിൽ പോട്ടെ, അത് വിട്ടേക്ക്, ഞാൻ അങ്ങനെ എത്താം. ശ്രീ ലാൽകുമാർ, ഇവിടെ പോയകാല ജമാഅത്ത് ബന്ധങ്ങളുടെ നീണ്ട നിര നമ്മൾ നേരത്തെ പലയാവർത്തി പറഞ്ഞാണ്. ദേശാഭിമാനി പത്രത്തിൽ വന്ന വോട്ടിനുള്ള നന്ദി പ്രമേയ മുഖപ്രസംഗമോടെ ഒക്കെ അവിടെ നിൽക്കെ ജമാഅത്തിനെ മാരക ഭീകരവാദികളാക്കുകയും ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് SDPI എന്ന അഭിമന്യുവിൻ്റെ ചോര കയ്യിൽ പുരണ്ട ആ പാർട്ടിയുടെ പിന്മുറക്കാർ അവർ വീട് കയറി LDF വേണ്ടി വോട്ട് ചോദിച്ചവരാണ്. അപ്പോൾ അങ്ങനെ SDPയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ട നിങ്ങൾ LDF ഈ പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകെ പ്രൊജക്റ്റ് ചെയ്താൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രൊജക്ഷനാണെന്ന് പറയുന്നത് എന്തുതരം രാഷ്ട്രീയമാണ് ശ്രീ ലാൽകുമാർ? മനസ്സിലാവുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹാഷ്മി നിശബ്ദത പാലിച്ച ഒന്ന് രണ്ട് കാര്യമുണ്ട്. ശൈലജ ടീച്ചർ പേരാവൂർ ജയിച്ചിട്ടില്ല അല്ലേ? ശൈലജ ടീച്ചർ ജയിച്ചിട്ടില്ലേ പേരാവൂർ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശൈലജ ടീച്ചർ ഒരിക്കൽ പേരാവൂർ ജയിച്ച ആളാണ് അല്ലേ ഹാഷ്മി? വെയിറ്റ് ചെയ്യ, എനിക്കറിയാമല്ലോ. പേരാവൂര് വസന്തേ, എൻ്റെ സമയമാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് കൃത്യമായ ധാരണയുണ്ട്. അതിനിടയ്ക്ക് കയറി ഇടപെടണ്ട. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞപ്പം ഹാഷ്മി അതിനകത്ത് സൈലൻസ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. 100% തോക്കുന്ന രീതിയിലൊരു സീറ്റ് ശൈലജ ടീച്ചറിന് കൊടുത്തു എന്ന് KPCC പ്രസിഡന്റ് എന്നാ കൊമ്പുണ്ടോ? നായനാർ ഈ നാട്ടിൽ തോറ്റിട്ടില്ലേ? നായനാർ വലിയ പൊളിറ്റീഷ്യൻ, നായനാർ തോറ്റിട്ടുണ്ട്. ഈ കടന്നപ്പള്ളിയാണ് തോപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ ഇപ്പോഴത്തെ LDF-ന് കൂടി നിൽക്കുന്നത് എത്രയോ പ്രമുഖർ രാഷ്ട്രീയ, ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ ഈ നാട്ടിൽ? അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരാളുടെ ഇത് കളയല്ല ഒന്നത്. അപ്പം പേരാവൂര് അവർ ജയിച്ചിട്ടുള്ള സീറ്റിലേക്ക് നോക്കൂ. അതിന് CPM-ന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? കൂത്തുപറമ്പ് ശൈലജ ടീച്ചറിന് ഒഴിഞ്ഞു കൊടുക്കുന്നത് ആരാണ്? സാക്ഷാൽ പിണറായി വിജയനാണ്. അത് കഴിഞ്ഞ് അവർ മട്ടന്നൂരിലേക്ക് പോന്നു അല്ലേ? അത് കഴിഞ്ഞ് നോക്കൂ, 2 പ്രാവശ്യം ഒരു MLA ആയി, 3 പ്രാവശ്യം MLA ആയി, 1 പ്രാവശ്യം മന്ത്രിയായി. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നൊരു സീറ്റ് പിടിച്ച് എടുക്കാനുള്ള ഒരു ദൗത്യം അവരിലെ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിച്ചോ? നിങ്ങളോട് ആര് പറഞ്ഞു അവർ ജയിക്കത്തില്ലെന്ന്? നമ്മുടെ വിലയിരുത്തൽ അവിടെ ടൈറ്റ് ഫൈറ്റാണ്, ജയിക്കുമെന്നാണ്, തോക്കുമെന്നല്ല. നമ്മൾ അങ്ങനെ തോക്കുമെന്ന് സറണ്ടർ ചെയ്തിട്ടില്ല വസന്തേ, അങ്ങനെ സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് 4-ാം തീയതി, അതാ പറഞ്ഞു, 4-ാം തീയതി കഴിയുന്നതിനും വരെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അങ്ങ് നശിപ്പിച്ചു. അതിനകത്ത് ഹാഷ്മിയുടെ ഒരു ഇടപെടൽ ആവശ്യം ഉണ്ടായിരുന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ അതിനകത്ത് നിർബന്ധമായി ഇടപെടണമായിരുന്നു. അത് പോട്ടെ. പിന്നെ അടുത്തത്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നവരെല്ലാം 90-100 പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല തന്നെ, സോറി VD സതീശൻ തന്നെ 100 കിട്ടുമെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ വലുതായിട്ട് ആരും പറഞ്ഞില്ല. അതിന് പറയുന്നതിന് കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 100 കിട്ടിയാലേ VD സതീശൻ കളത്തിലുള്ളൂ. ഇപ്പം നോക്കൂ, വസന്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വസന്ത് ഇതിനകത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഒരുപാടുണ്ട് എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു. എന്നാൽ അതിൻ്റെ സബ്സ്റ്റൻസിലേക്ക് അദ്ദേഹം വന്നോ? ഇന്നത്തെ വാർത്ത നിങ്ങളുടെ വാർത്തയാണെന്ന് എനിക്ക് സംശയമുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും മന്ത്രിസഭയിലേക്ക് ഇല്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ. നിങ്ങളുടെ വാർത്ത ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വാർത്ത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തമ്മിത്തല്ല ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ തമ്മിത്തലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് 50,000 സ്ഥാനാർത്ഥി, ഈ പറയുന്ന 140 പേരിൽ 140 പേര് നിങ്ങൾ ജയിച്ചാലും 140 പേർക്ക് മുഖ്യമന്ത്രിയാണുള്ള യോഗ്യതയുണ്ട്. ഇപ്പം ജയിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വെളിയിൽ നിന്ന് കൊണ്ടൊന്ന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നിർത്തി ജയിച്ചാൽ മതി. അതല്ലല്ലോ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് വരികയും അദ്ദേഹം മത്സരിക്കുമ്പം അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ ആരെ നിർത്താതിരിക്കുകയും
അദ്ദേഹം ഒതുക്കപ്പെടുമെന്നും അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇറങ്ങി കളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നിയുക്ത മുഖ്യമന്ത്രി, നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പം സൈബറിൽ നടക്കുന്നത് ബഹളമാണ്. ആ സൈബറിലുള്ള ബഹളം റോഡിലേക്ക് ഇറങ്ങി പോസ്റ്റർ വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്നിപ്പം വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് കൂടുതൽ കളിക്കണ്ടെന്ന ഏതാ ബാനർ. ഇതിനൊന്നും ഇപ്പം ഇത് പറയുന്നതിന് ഒരു ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് ഉണ്ട്. എന്താ ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ്? കാര്യം ഇവർ ഓരോരുത്തരും ഇവരുടെ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ. കാര്യം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആ ധാരണയല്ല ഈ പ്രാവശ്യം ഉള്ളത്. ഈ പ്രാവശ്യം കെ സി വേണുഗോപാലിന് ക്ലെയിമുണ്ട്, ഈ പ്രാവശ്യം വി ഡി സതീശന് ക്ലെയിമുണ്ട്, അതുകൂടാതെ രമേശ് ചെന്നിത്തലയ്ക്കും ക്ലെയിമുണ്ട്. ഇതുകൊണ്ടാണ് ഈ തൊഴുത്തുകുത്ത് നടക്കുന്നത്. ആ തൊഴുത്തുകുത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കമാണെന്നേ. നിങ്ങൾ ജയിച്ചു, ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളോട് ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞത് CPM പോലെ ഒരു കേഡർ സംവിധാനം അല്ലെങ്കിൽ RSS നയിക്കുന്ന BJP പോലെ ഒരു കേഡർ സംവിധാനമാവണം എല്ലാ പാർട്ടിയും. എന്തിനാണ് വാശി പിടിക്കുന്നത്? ഹാഷ്മി, നമ്മുടെ മൈൻഡ് സെറ്റ് കുഴപ്പമില്ലേ? ഹാഷ്മി എടുക്കാൻ നിക്ക്. അത് എന്റെ മൈൻഡ് സെറ്റ് ഇച്ചിരി കുഴപ്പമാണ്. എന്റെ മൈൻഡ് സെറ്റ് ഇച്ചിരി കുഴപ്പമുണ്ട്. പക്ഷെ എനിക്ക് എന്റെയും ലാൽകുമാറിന്റെയും വസന്തിന്റെയും അടക്കം വസുവിനെ തള്ളിപ്പറയാണല്ലോ ചെയ്തത്. അല്ലല്ല, ഒന്നുമല്ല. ഞാൻ നോക്കൂ, ഹാഷ്മിക്ക് ഇപ്പൊ ഒരു അഭിപ്രായമുണ്ട്, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ തല്ലിക്കോട്ട്, ഒരച്ചടക്കമില്ലാതെ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതാണ് ജനാധിപത്യം എന്നുള്ളൊരു ഡെഫിനേഷനിലേക്ക് താങ്കൾക്ക് വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ നിർത്തത്തില്ല. താങ്കൾക്ക് അങ്ങനെ പറയാം, യു ആർ എൻടൈറ്റിൽഡ് ടു ദാറ്റ് ഒപ്പീനിയൻ. പക്ഷെ ഞാൻ അതിനെ അച്ചടക്കമില്ലായ്മ എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് മര്യാദ കടന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങളെ അത് നിങ്ങൾക്ക് ഇതേ കാര്യം 4-ാം തീയതിക്ക് ശേഷം ഇവർ തമ്മിലൊരു തർക്കമാണെങ്കിൽ ഇപ്പം പ്രശ്നമില്ല. അതാണ് അതിനകത്തെ രാഷ്ട്രീയ കുടില തന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് വിഷയമല്ല. എനിക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ പറയുന്നത് ആൾക്കാർ കേൾക്കേണ്ടതായിട്ടുണ്ട്. അത് ചില ആൾക്കാരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ട്. അല്ല എന്ന് പറഞ്ഞാൽ ഞാനടക്കം ബഹുഭൂരിപക്ഷം ആൾക്കാർ അതിനൊപ്പം നിൽക്കുക. നമ്മുടെ ഒരു മാറ്റചിന്തയിലാണ്. അങ്ങനെ ചർച്ച ഉണ്ടായാൽ എന്താണ്, ആർക്കാണ് ഛേദം എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ? ആർക്കാണ് ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞത് ജയിക്കുന്നു എന്ന അവർക്ക് ഉറപ്പുള്ള ഒരു മുന്നണി, അവർക്ക് 3-4 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുള്ളവർ, അതിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്ന ലോബിങ് നടക്കുന്നത് എന്താണെന്ന് ഇത്ര വലിയ അപരാധം എനിക്കതാ മനസ്സിലാവാത്തേ. അതെ, ഇതിനകത്ത് അതിന് ലോബിങ് നടക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ താങ്കൾക്ക് കണക്കാക്കാം. ഇവിടുന്ന് കുറെ പേര് മെയിൽ അയക്കുന്നു. ആർക്ക്? AICCക്ക് മെയിൽ അയക്കുന്നു. ആർക്ക്? വി ഡി സതീശനെ ഹൈക്കമാൻഡിന് മെയിൽ അയക്കുന്നു. ഇത് തുറന്നു നോക്കുന്ന ആരാ? തുറന്നു നോക്കുന്ന കെ സി വേണുഗോപാല ആണോ അല്ലയോ? താങ്കളുടെ മാധ്യമ പ്രവർത്തനം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഹൈക്കമാൻഡിന് അയച്ചാൽ അത് ആര് കൈകാര്യം ചെയ്യും? അങ്ങനെയാണ് കേസ് മുഖ്യമന്ത്രി പറയുന്നത്. കെ സി മുഖ്യമന്ത്രി ആണെങ്കിൽ 4-ാം തീയതി ജയിക്കണ്ടേ? 4-ാം തീയതി ജയിക്കുക എന്നുള്ളൊരു പ്രീ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ. അതിപ്പം എനിക്ക് തോന്നുന്നു അതിന് വ്യത്യാസമൊന്നുമില്ല. കെ സിയും ഇവർ 3 പേരൂടെ കൂട്ടിയിരുന്നാൽ തീരുമാനമാകത്തില്ല. 4-ാം തീയതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വന്നാൽ ഇത് ഇവർ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലൊന്നും അല്ല നടക്കാൻ പോകുന്നേ. അതാ പറഞ്ഞേ, വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഈ പറയുന്ന സഞ്ചി തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്ന രാഷ്ട്രീയമായി ഇത് മലീമസപ്പെട്ട രീതിയിൽ ഒരു പാർട്ടി ഒരു പാർട്ടി ഇടപെടുക. ഇതേ രീതിയിലാണ് കോൺഗ്രസ് BJPക്ക് പല സന്ദർഭത്തിൽ വഴിയൊരുക്കി വെച്ചത്. നോക്കൂ, രാജസ്ഥാൻ എടുക്കുക. രാജസ്ഥാനിൽ എങ്ങനെയാണ് കോൺഗ്രസ് തോക്കുന്നത്? ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അത് നേരത്തെ തന്നെ തുടങ്ങി. ഇത് അവസാനം പകുതി പേര് ഇപ്പൊ അപ്പുറത്ത് പോയി ചേരുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും കൂടെ ഓർപ്പിക്കാനാണ്. അല്ലാതെ ഉണ്ടായിട്ടാണോ? തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അതും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ചർച്ചയും രണ്ടല്ലേ? GST ഇവിടെ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയതാണ്. ഗ്യാപ്പ് കൂടി വന്ന് അവസാനം FCRA ഒക്കെ ആയപ്പോഴേക്കും BJP ക്രൈസ്തവ പാലത്തിന്റെ അവസാന പടിയും ഇല്ലാതായതാണ്. ഇലക്ഷന് ശേഷം PC-യും ഷോണും അടക്കം ഈ സഭകൾക്കെതിരെ പറഞ്ഞ കടുത്ത അധിക്ഷേപങ്ങളിൽ ആ ഫ്രസ്ട്രേഷൻ പ്രകടമായതാണ്. യഥാർത്ഥത്തിൽ BJPയുടെ പ്രതീക്ഷ എന്താണ് CS? നോക്കൂ ശ്രീ ഹാഷ്മി, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ പാളിപ്പോയെന്നത് ശ്രീ ഹാഷ്മിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിലൂടെ എനിക്ക് യോജിക്കുന്നില്ല, പാർട്ടിക്ക് യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇത് വെറും ഒരു ഇലക്ഷൻ ആയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമല്ല കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നു, കുറച്ച് വോട്ട് വേണം, അങ്ങനെ ഒരു രീതി. നമ്മൾ എല്ലാ രീതിയിലുള്ള ഔട്ട്റീച്ചും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസ് മാത്രമല്ല, മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്.
അത് ഒരു ഇലക്ഷൻ കൊണ്ട് തീരുകയോ അല്ലെങ്കിൽ അത് തുടങ്ങുകയോ അങ്ങനല്ല. നമ്മൾ എല്ലാ കാലവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻസ് കൂടുതലുള്ള രാജ്യങ്ങളിലായാലും ഏറ്റവും കൂടുതൽ അവിടെ മന്ത്രിമാരും MLA-മാരും ഒക്കെ BJP-യുടെ ഭാഗമായിട്ടാണ്. നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാം ഉണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫെയിലിയർ ആയിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, അങ്ങയുടെ ചോദ്യത്തിന് BJP സംബന്ധിച്ചോളം 4-ാം തീയതി എന്തായാലും റിസൾട്ട് വരും. അപ്പോൾ ആ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം യാതൊരു സംശയമില്ല, ഒരു BJP-യും അതായത് NDA ആ മുന്നണി ഒരു ഡിസൈസീവ് ഫോഴ്സ് ആവും എന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മുൻകാലങ്ങളിലുള്ള രീതിയിലുള്ള അല്ല ഇപ്രാവശ്യം ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ആ ഇലക്ഷൻ നടന്നിട്ടുള്ളത് നിങ്ങൾക്കും അറിയാം, നിങ്ങളൊക്കെ ഓൺ ഗ്രൗണ്ട് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. BJP NDA എന്നുള്ളൊരു ഫാക്ടർ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. എല്ലാ മണ്ഡലം ആ ചർച്ചകളിലുണ്ട്, ആ പൊതുജനങ്ങളുടെ സംസാരത്തിലുണ്ട്, അത് വോട്ടിംഗ് പാറ്റേണിലും ഉണ്ട്. അത് എത്ര വോട്ട് കിട്ടും എന്നൊന്നും ഞാൻ കൃത്യമായിട്ട് ഇത്ര വോട്ട് അല്ലെങ്കിൽ ഇത്ര ഇതൊന്നുമില്ല. ഒരു ഡിസൈസീവ് ഫോഴ്സ് ആവുന്നതിനകത്ത് യാതൊരു സംശയമില്ല. ആ രീതിയിലേക്ക് ഓൾറെഡി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ നമുക്കത് അറിയാം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ വികസനം എന്നുള്ളൊരു കാര്യം. വികസനം എന്നുള്ള ഒരു ആശയം അത് കൊണ്ടുവന്നത് BJP തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം. അത് ഏറ്റുപിടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ശരി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ആയാലും ശരി, അത് അങ്ങനെ ഒരു നരേറ്റീവിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതിനകത്തും നമുക്ക് സന്തോഷമുണ്ട്, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം മുന്നോട്ട് പോകുന്നു. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ BJP-യിൽ ധാരാളം ആളുകൾ എല്ലാ മേഖലകളിൽ നിന്ന്, എല്ലാ പാർട്ടി CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്, CPI-ൽ നിന്ന് വന്നു, കോൺഗ്രസിൽ നിന്ന് വന്നു, RSP-ൽ നിന്ന് വന്നു, മറ്റ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയൊക്കെ ആളുകളെല്ലാം BJP-യിലേക്ക് വന്നു. അപ്പോൾ ഈ 2026-ലെ ഇലക്ഷൻസ് അതൊരു ഡിസൈസീവ് ആയിട്ടുള്ള ഇലക്ഷൻസ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു 2 മുന്നണി മാത്രമല്ല, ഇത് നേരത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞുള്ള 2 മുന്നണികളായിട്ടുള്ള ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ 3 മുന്നണികൾ ഉള്ള രീതി തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു മുന്നണി തീർച്ചയായിട്ടും അപ്രസക്തമായിട്ട് പോകും. ഇനി വരാൻ പോകുന്ന അത് ആരാണെന്നുള്ള LDF ആണോ UDF ആണോ എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് ഞാൻ അതിനകത്ത് ഒരു വിധി പറയാൻ ഞാൻ തയ്യാറല്ല. എങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ UDF ഇല്ലാതാകണമെന്നാണ്. അതുകൊണ്ടാണോ ഈ 60 സീറ്റിലേക്ക് 60 സീറ്റിന് മുകളിൽ പോവില്ല എന്ന അങ്ങയുടെ നേതാവിന്റെ അത്രയും ഉറച്ച ആത്മവിശ്വാസം? ശ്രീഡിനി, ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും UDF ഇല്ലാതാവയോ അല്ലെങ്കിൽ LDF ഇല്ലാതാവയോ എന്നുള്ള രീതിയിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ ആ സ്പേസ് എന്തിനാണ്? ആ സ്പേസ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കേരളത്തിൽ കാണാത്തത്, കേരളത്തിൽ പരിചയമില്ലാത്തതാണ് ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോം. അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇലക്ഷൻ തന്നെ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറഞ്ഞ ഒരു കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് കൂടുതൽ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക. ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വെള്ളപൂശി നടക്കുമ്പോൾ മറ്റൊരാൾ SDPയെ കുറിച്ച് നല്ലത് പറഞ്ഞു നടക്കും. അപ്പൊ ഇങ്ങനത്തെ രാഷ്ട്രീയം മാറ്റി മറ്റ് സ്ഥലത്തെല്ലാം നടക്കുന്നത്, ഇപ്പം ബംഗാളിൽ പോലും നടക്കുന്നത് എന്താണ്? വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ മമതാ ബാനർജിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വികാരം വന്നത് ഇതേ വിഷയത്തിൽ തന്നെയാണ്, അല്ലാതെ വേറൊരു വിഷയമൊന്നുമല്ല. അപ്പൊ ആ രീതിയിലുള്ള വിഷയത്തിലേക്ക് നമ്മൾ കേരളവും വരണം. ഈ കേരളത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാം സാധാരണക്കാര ആളുകളെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട്. ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ ഇടപെടൽ ഡെന്നി പറഞ്ഞൊരു കാര്യം അല്ലല്ല, പെട്ടെന്ന് ഞാൻ നിർത്താം. ഡെന്നി പറഞ്ഞൊരു കാര്യം, ബംഗാളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ റാലി നടത്തിയിട്ടുള്ളതെന്ന്. കഴിഞ്ഞ ബംഗാളിലെ തെരഞ്ഞെടുപ്പിലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോയി പറഞ്ഞത് ദീദി ഓ ദീദി, ദീദി ഓ ദീദി, ഈ ടോണിൽ അദ്ദേഹം സംസാരിച്ചത്. ഈ പ്രാവശ്യം അവിടെ പോയിട്ട് അമിത്ഷായാണ് അതേ രൂപത്തിൽ പോയത്. അതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് എന്താണോ ഡെവലപ്മെന്റ് മാത്രം സംസാരിച്ച് ഡെവലപ്മെന്റ് മാത്രം സംസാരിച്ച് അന്തസ്സോടുകൂടി കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശ്രീ ലാൽകുമാർ, ഞാനത് അങ്ങേക്ക് വഴങ്ങി തന്നാണ്. ഞാൻ അങ്ങേക്ക് വഴങ്ങി തന്നാണ്. ഈ ദീദി ഓ ദീദി എന്ന് പറഞ്ഞതിനകത്ത് അല്ല, കറക്റ്റാണ്. ദീദി ഓ ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തെറ്റ്? പ്രധാനമന്ത്രി പറയേണ്ട ഭാഷയാണോ എന്നുള്ളത്. ഡാഷ് മോനെ രേവന്ത എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. ഡാഷ് മോനെ രേവന്ത എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ. ആ രാഷ്ട്രീയമാണ് ഡാഷ് മോനെ രേവന്തേക്കാൾ കൂടുതൽ ഭീകരമായ കമ്മ്യൂണലായിട്ടുള്ള പല ചാർജുകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. ശാന്ത് കൊച്ചുടി, ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഒരു ഗ്രാൻഡ് ഡിബേറ്റിൽ ഈ RSSും SDPയും ഒരുപോലെ എതിർക്കുന്ന ഒരു നേതാവുന്നത് എങ്ങനെയാണ് VD സതീശൻ എന്നൊരു വിസ്മയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അതിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ RSS ക്യാമ്പിൽ നിന്നോ CPM ക്യാമ്പിൽ നിന്നോ സൈബർ ആക്രമണമാണെങ്കിൽ SDPI ക്യാമ്പിൽ നിന്നാണ് കൂടുതൽ ആക്രമണം. ഇതൊരു SDPക്കാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ്: മെയ് 4 കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരൊക്കെ മുഖ്യമന്ത്രിയാവും? VD സതീശൻ തിരുക്കൊച്ചി, രമേശ് ചെന്നിത്തല മധ്യ തിരുവിതാംകൂർ, KC വേണുഗോപാൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. ന്യൂ ക്ലെയിം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ജില്ലകൾ വിധിച്ചു നൽകും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ CPM പ്രവർത്തകരെ പോലെയാണ് SDPI പ്രവർത്തകരുടെ ഫേസ്ബുക്കിലെ LDFന് വേണ്ടിയുള്ള ബാറ്റിംഗ്. അവിടെ ഫേസ്ബുക്കിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട് കയറി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് SDPI ആർക്ക് വേണ്ടി? LDFന് വേണ്ടി. SDPക്ക് അത്യാവശ്യം വോട്ടുള്ള സംഘടനയാണ്.
എസ് ടി ഇപ്പോൾ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമാവില്ല, അതിന് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാകും. ആ ധ്രുവീകരണവും എസ് ടി പി ഐ വോട്ടും എല്ലാം കൂടെ ചേർന്നാൽ അവിടെയും അത് എന്താണ്, അത് എൽ ഡി എഫിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു ഒന്നല്ലേ ആനന്ദ് യെച്ചൂരി? ഹാഷ്മി, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഓഫീസിൻ്റെ വളരെ തൊട്ടടുത്താണ് കൊച്ചിയിൽ IB-യുടെ ഓഫീസ്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ന്യൂനപക്ഷ ഏകീകരണം UDF-ന് അനുകൂലമായി മലബാറിൽ നടക്കുന്നു പറയുന്നത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ SDPI-യുടെ വോട്ട്, പിന്നെ ഈ 3 സലഫി സംഘടനകളുണ്ട്, അതിൽ അവർക്ക് ഇടയിൽ സ്പ്ലിറ്റുകളുണ്ട്, അവരുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട്, പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട്, ഇതെല്ലാം LDF-നാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം UDF-ൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളുടെയെങ്കിലും ഏകീകരണം UDF-ന് അനുകൂലമായി നടക്കുന്നു? അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബഹുഭൂരിപക്ഷം സംഘടനകളും SDPI എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇവിടെ കൊച്ചി, ഒരു ഉദാഹരണം പറയാം, ഇതിൽ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ കൊച്ചി മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസ് ആയിരുന്നു മത്സരിച്ചത്, DCC അധ്യക്ഷൻ. അവിടെ ഒരു ലത്തീൻ സമുദായത്തിലെ എതിർ സ്ഥാനാർത്ഥി 2 തവണ MLA ആയിട്ടുള്ള KJ മാക്സി, ഇവിടെ ഒരു കൃത്യമായ വർഗീയ ധ്രുവീകരണം, അതായത് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ഒരു വർഗീയ ധ്രുവീകരണം, CPM, അത് BJP അല്ല, ജൂലപ്പൻ എന്ന് പറയുന്ന 2020-യുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം വളരെ മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ BJP-ക്കാർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർഗീയതയും പറയാതെ അദ്ദേഹം അതിനെക്കുറിച്ച് മൗനം പാലിച്ചപ്പോൾ അവിടെ CPM-കാർ ഇറങ്ങി കൃത്യമായ വർഗീയത, അതിൽ ചില CPM അനുകൂല വൈദികർ പറഞ്ഞ കാര്യം, ഇത്തവണ ഞങ്ങൾ ഒരു മുസ്ലിമിനെ വിജയിപ്പിച്ചാൽ അടുത്ത തവണ 2 മുന്നണികളും ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തും, അപ്പോൾ പിന്നെ ഇവിടെ അത് ഞങ്ങൾക്ക് പ്രശ്നമാകും എന്ന തരത്തിൽ. എന്നാൽ മറുവശത്തോ SDPI-യുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് മട്ടാഞ്ചേരി. ഈ അനീഷ് മട്ടാഞ്ചേരി അവിടെ പറയുന്ന കാര്യം എന്തായിരുന്നു? അതായത് അവിടെ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിഷയം ഉണ്ടായപ്പോൾ ഈ നമ്മുടെ സമുദായത്തിന് അനുകൂലമായിട്ടല്ല ഈ ഷിയാസ്, അല്ലെങ്കിൽ സാമുദായിക താല്പര്യമല്ല ഷിയാസ് അവിടെ വന്നിട്ട് ചെയ്തത്. SDPI-യുടെ ഇത്തവണത്തെ വോട്ട് LDF-നായിരുന്നില്ലേ? അപ്പൊ അവർ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പറയില്ലോ. അല്ല, അതിന്റെ ഒരു വർഗീയത ഏത് അളവിലാണ്? അതായത് ഷിയാസിനെതിരെ SDPI അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടും, എന്നാൽ അപ്പുറത്ത് CPM-ന്റെ തന്നെ, അതായത് CPM-ന്റെ ഭാഗമായിട്ടാണല്ലോ SDPI ഇത് പറയുന്നത്. CPM തന്നെ പറയുന്നു ഇവിടെ ഒരു മുസ്ലിമിനെ ജയിപ്പിക്കരുന്ന എന്ന രീതിയിൽ CPM-ന്റെ ആളുകൾ പറയുന്നു. അത്രയും തരത്തിൽ ഇവിടെ ഇത്തവണ വർഗീയത ആളിക്കത്തിച്ചിട്ടാണ് ഇവിടെ ഈ വളരെ മാന്യമായിട്ട് CPM, ഞാൻ ലാലിൻ്റെ കാര്യമല്ല പറയുന്നത്, CPM-ന്റെ പല നേതാക്കളും AK ബാലിനെ പറ്റിയുള്ള നേതാക്കളൊക്കെ ഇവിടെ വെള്ളയും ഇട്ട് വളരെ മാന്യന്മാരായി നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ, ഇപ്പോൾ തമിഴ്നാട്ടിൽ SDPI ഒരു മുന്നണിയുടെ ഭാഗമാണ്, DMK മുന്നണിയുടെ ഭാഗമാണ്. അവിടെ ഇവരെല്ലാവരും ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ അതൊരു ഇലക്ഷൻ വിഷയമല്ല. കേരളത്തിൽ ഇതുപോലെ കഴിഞ്ഞ 2020 തൊട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഇവര് തമിഴ്നാട്ടിൽ ഒരു SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM പ്രവർത്തകർ ഇറങ്ങി വോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെ പ്രശ്നം, എന്റെ സമയം അവസാന ഘട്ടത്തിലേക്ക് എത്തിയോണ്ട് ലാൽ 2 തവണ കാണിച്ചു. ലാൽ അല്ല, ഹാഷ്മി പറഞ്ഞ ഒരു പ്രയോഗത്തിലാണ് എൻ്റെ പ്രശ്നം. SDPI വോട്ടുകൾ മൊത്തം CPM-നായിരുന്നു. ഹാഷ്മി, ആ മഞ്ചേശ്വരത്തിൽ SDPI-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ഹാഷ്മി ആ വാർത്ത വായിച്ചതാണല്ലോ അല്ലേ? ഹാഷ്മി വായിച്ചതാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ മഞ്ചേശ്വരത്ത് SDPI പറഞ്ഞ എന്താ? വോട്ട് LDF-നാ പറഞ്ഞു. SDPI പറഞ്ഞു. പിന്നെ അതിനകത്ത് കുഴപ്പമെന്നറിയോ? നിങ്ങൾ വായിച്ച വാർത്തയ്ക്കകത്ത് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ലീഗ് പറഞ്ഞിട്ടാ ഞങ്ങൾ മാറ്റിയെന്നൂടെ പറഞ്ഞായിരുന്നു. വോട്ട് LDF-നാ പറഞ്ഞേ. അത് കഴിക്കുമ്പോ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് തന്നെ UDF-കാരൻ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അപ്പുറത്ത് നിന്ന് ഞങ്ങൾ LDF-നാ വോട്ട് ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക പറയല്ലേ അവിടുത്തെ SDPI വോട്ട് LDF-നാന്ന്. ലാലെന്താ സംശയം? ഒന്നും അല്ലെന്നേ ആണെന്ന്. അത് ഹാഷ്മിക്ക് പറഞ്ഞ കേൾക്കും. അവിടുത്തെ നേതാവ് പറയുന്നു, അവിടുത്തെ സ്വാധീനമുള്ള അവിടെ വോട്ട് തുടങ്ങിയ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ വോട്ട് ഇക്കുറി LDF-നാണെന്ന് പറയുന്നു. പിന്നെ ലാലിന് സംശയം എന്താ? ഞാൻ പറയട്ടെ, ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞല്ലോ. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാർ, ഞാൻ അത്ര പറഞ്ഞുള്ളൂ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാര് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിൻവലിച്ചു.
അത് കഴിഞ്ഞിട്ട് ആര് നിങ്ങൾ പറയുന്ന പ്രാദേശിക നേതാവ് പറയുന്നു LDF ന്റെ വോട്ടെന്ന് പറയുന്നത്. CPM നോട്ട് ചെയ്യുന്നു. ആ. എല്ലാം അങ്ങനെ പറഞ്ഞേ. ഞാൻ വിശ്വസിച്ചു, എല്ലാവരും വിശ്വസിച്ചു. എല്ലാവരും വിശ്വസിക്കണം. പ്രതികരണം ഞാൻ കേൾപ്പിക്കാം. ഞാൻ ബൈറ്റ് കേൾപ്പിക്കണോ? ലാൽ സംശയം ബൈറ്റ് കേൾപ്പിക്കാം. എന്തിന് ഞാൻ തിരിച്ചു പറയരുതോ? എനിക്ക് എന്റെ കൈ ബൈറ്റ് ഇല്ലാത്തോണ്ടല്ലേ എന്റെ കയ്യിൽ ഇപ്പം ഞാൻ പറഞ്ഞ വസ്തുതയാ പറയുന്നത്. ഞാൻ പറഞ്ഞ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞാണ് ഇവിടുത്തെ ഞങ്ങളുടെ വോട്ട് അവിടുത്തെ CPM സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറഞ്ഞ SDP പ്രതികരണം ഞാൻ കേൾപ്പിക്കാം. അത് കാശ്മീർ ഞാൻ തിരിച്ചു പറയാവുന്നേ. ഞാൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വം പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാദേശിക നേതാവ് പറഞ്ഞതിനെ കുറിച്ചല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ വാർത്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടാണ് സ്ഥാനാർത്ഥിയെ ഞാൻ ഞങ്ങളുടെ വാർത്ത തന്നെയാ പറയുന്നത്. എന്റെ ഹാഷ്മി ഇങ്ങനെ ഇടപെട്ടുണ്ട്. ഞങ്ങളുടെ ഗോകുൽ വേണുഗോപാലിനോടാ പറയുന്നത്. ഞാൻ ഞങ്ങളുടെ വാർത്ത തന്നെ പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോകുൽ വേണുഗോപാലാണ് അവിടുത്തെ SDP നേതാവ് പറയുന്നത് ഞങ്ങളുടെ വോട്ട് CPM-നാണ്. അത് തർക്കം എന്തിനാ? അങ്ങനെ പറഞ്ഞ കേക്ക് ഹാഷ്മി SDP കൊണ്ട് നമ്മുടെ മണ്ടയ്ക്ക് വെച്ചോണ്ടാ ഞാൻ പറയുന്നത്. SDP മണ്ടയ്ക്ക് നിങ്ങളാ, ഞാനല്ല. ഹാഷ്മി ഇങ്ങനെ സാറേ SDP മണ്ടയ്ക്ക് നിങ്ങളാ, ഞാനല്ല. ഹാഷ്മി എനിക്കൊരു അഭിമന്യുവിന്റെ ചോരയുള്ളവരാണ് എന്ന ഒരു ധാരണ പോലും ഇല്ലാതെ SDP മണ്ടയ്ക്ക് വെച്ച് നിങ്ങളാ, ഞാനല്ല. ലാൽ നിങ്ങളുടെ ചർച്ചയിൽ വന്നറിയോ നിങ്ങളെ എതിർക്കുന്ന ഒരു പോയിന്റ് പറയാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. അവാസ്തവം സംസാരിച്ചു. എന്റെ വാസ്തവം നിങ്ങൾ കേട്ടോ? അവാസ്തവമാണ് ലാൽ പറയുന്നത്. SDP മണ്ടയ്ക്ക് വെച്ച് ഞാനാണോ? അല്ല, നിങ്ങൾ വെച്ചാ നിങ്ങൾ എന്റെ ഇടപെട്ടിരിക്കുകയല്ലേ? നിങ്ങൾ വീണ്ടും ഇടപെട്ടോണ്ടിരിക്കല്ലേ? പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ ഇടപെടാതൊന്നും ഇരിക്കുക. ഒരു മിനിറ്റ് നിൽക്കുക. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഞാൻ പറഞ്ഞ ഒരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് SDP സ്ഥാനാർത്ഥിയെ മാറ്റിയോ ഇല്ലയോ? മാറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക നിലപാട് പറഞ്ഞിട്ടുണ്ടാവുന്നേ. പക്ഷെ അത് ആര് വിശ്വസിക്കാനാണ് എന്റെ ചോദ്യം. സംസ്ഥാന നിലപാട് എന്താ? മുസ്ലിം ലീഗുകാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലാൽ അല്ല, ലാലേ SDP-യുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. SDP-യുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. അതിലെങ്കിലും നിലപാട് കാണിക്കും. SDP-യുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് അവരെ ഇപ്പൊ തള്ളി പറയാണ് നിങ്ങൾ. പൂഞ്ഞാറില് SDP ആർക്കാ വോട്ട് ചെയ്തേ? നിങ്ങളങ്ങ് മറക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ള ഫാക്ട് അത്രേ ഉള്ളൂ കാര്യം. അവർ വോട്ട് ചെയ്തിരിക്കുന്നത് BJP തോൽപ്പിക്കാനുള്ള വോട്ടാണ്. അവർ പലയിടത്തും ധൈര്യം പോലും ഉണ്ടായിട്ടില്ല. എന്റെ മണ്ഡലോ സമയം കഴിയണം. പാലക്കാട് CPM-ന് എന്റെ പ്രശ്നം ഹാഷ്മിയ. എന്റെ പ്രശ്നം പാലക്കാട് SDP വോട്ട് CPM-ന്. ഹാഷ്മി എടുത്ത് ഇരട്ടത്താപ്പാ. ഒരു ഇരട്ടത്താപ്പല്ല, നിങ്ങളെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഹാഷ്മിയുടെ പ്രശ്നം എന്റെ സമയം കഴിയണം. ഇരട്ടത്താപ്പ് കാണിച്ച് നിങ്ങളാ. SDP-യുടെ വോട്ടത്ര വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഈ തള്ളി പറയുന്ന ലാല് കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കുന്നതല്ല. എന്റെ സമയം കഴിയാണ്. എന്തായാലും ഈ പറഞ്ഞ ചർച്ചകൾക്കൊന്നും കാര്യമായ പ്രസക്തി ഇനിയില്ല. കാര്യം എന്താണ്? ജനം തീരുമാനിച്ച് വോട്ട് പെട്ടിയിലിട്ടിട്ടുണ്ട്. അത് 4-ാം തീയതി അത് പൊട്ടും. അപ്പോൾ മാത്രം നമുക്ക് അറിയാം ആര് വീഴുമെന്നുള്ള കാര്യം. പിന്നെ അത്രയും ദിവസം നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ചർച്ച നമുക്ക് എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.